ഹലോ, നമ്മളിന്ന് മാഗി വെച്ചിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മാഗി എന്ന് പറയുന്നത്. പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നമ്മളും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് അവർക്കും കൊടുക്കാറല്ലേ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നൊന്ന് മാഗി ഉണ്ടാക്കി നോക്കിയാൽ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ചെറിയൊരു പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതേപോലത്തെ പീസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലേ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വേഗം തന്നെ നമുക്ക് ഈ മാഗി വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിതങ്ങ് ഒരു സൈഡിലോട്ടങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മാഗി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളിലോട്ട് നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, അത് 2 പാക്കറ്റ് ഞാൻ അങ്ങ് പൊട്ടിച്ച് ആ ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 2 പാക്കറ്റും എടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. 2 സ്പൂൺ കെച്ചപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്തെ. ഇനി നമ്മൾ താളിക്കാനൊക്കെ എടുക്കുന്നൊരു പാത്രം ഉണ്ടാവുമല്ലോ, ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞത്, അതൊന്ന് ഇട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ തീയിലിട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ആ ബൗളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാഗിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മളിതിലേക്ക് വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ട് നമ്മുടെ മാഗി ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ആ മസാലകളൊക്കെ നന്നായിട്ട് നമ്മുടെ മാഗിയിൽ പിടിക്കണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടല്ലോ അതും കൂടി നമ്മൾ മുറിച്ച് അതിൻ്റെ പുറമേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മളൊന്ന് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങിട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി മാഗി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് റെഡിയാവോ ശരിയാവോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരു ഡൗട്ട് അടിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മോൻ ഇവിടെ കഴിച്ചിട്ട് സൂപ്പറാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി. എന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.